കല്യാണം കഴിക്കാൻ പോകുന്ന പ്രഗ്നന്റ് ആയ തന്റെ കാമുകിയെ അതിക്രൂരമായി വെട്ടിനുറുക്കിക്കൊന്ന ഒരു സൈക്കോ സീരിയൽ കില്ലറെ കയ്യിൽ കിട്ടിയ കാമുകൻ എങ്ങനെയായിരിക്കും ആ പ്രതികാരം വീട്ടുക? കൊറിയൻ സിനിമകളിലെ ഏറ്റവും മികച്ച ക്രൈം ഹൊറർ ത്രില്ലർ സിനിമകളിൽ ഒന്നായ കിം ജി ബുൻ ഡയറക്ട് ചെയ്ത് 2010 ഇറങ്ങിയ ഐ സോ ദി ഡെവിൾ എന്ന ആ ഒരു പ്രതികാരത്തിന്റെ കഥ വളരെ കുറച്ച് മിനിറ്റിൽ നമുക്ക് കണ്ടുവരാം. ബർത്ത്ഡേ ദിവസം രാത്രി വീട്ടിലേക്ക് പോകുന്നതിനിടെ ജാങ്ജൂനിന്റെ കാർ പഞ്ചറാകുന്നു. കാർ വർക്ക്ഷോപ്പിലേക്ക് മാറ്റാൻ ടോ ട്രക്കിനെ ഓൾറെഡി വിളിച്ചിട്ടുണ്ടെന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന ഇന്റലിജൻസ് സർവീസിൽ വർക്ക് ചെയ്യുന്ന കാമുകൻ കിം സൂ ഹ്യുനോട് ജൂയിൻ ഫോണിൽ പറയുന്നു. ബർത്ത്ഡേ ദിവസമായിട്ടും വർക്കിന്റെ തിരക്കുകൾ കൊണ്ട് നേരത്തെ എത്താൻ പറ്റാത്തതിന് സൂയുൻ ജൂയിനോട് സോറിയും പറയുന്നു. ആ സമയം അതിലൂടെ മറ്റൊരു വണ്ടിയിൽ വന്നാൽ ജൂയിന്റെ വണ്ടി നന്നാക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ സൂയുവിന്റെ നിർദ്ദേശപ്രകാരം അത് കുഴപ്പമില്ല, ടോ ട്രക്ക് വരുന്നവരെ കാത്തു നിന്നോളാം എന്ന് ജൂയിൻ അയാൾക്ക് മറുപടിയും കൊടുക്കും. ആള് പക്ഷെ കുറച്ച് അബ്നോർമൽ ആയിട്ടാണ് പെരുമാറുന്നത്. ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാളുടെ വണ്ടി പോകാത്തതിനാൽ ജൂയിൻ അയാളുടെ വണ്ടിയിലേക്ക് ഹെഡ്ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ജൂയിനെ ഞെട്ടിച്ചുകൊണ്ട് ആള് കാർ വിൻഡോ തകർത്ത് ജൂയിനെ ചുറ്റിക്കൊണ്ട് തലക്കടിച്ച് കാറിൽ നിന്നും വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. താൻ പ്രഗ്നന്റ് ആണ്, വെറുതെ വിടണമെന്ന് യാചിച്ചു പറഞ്ഞിട്ടും ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ അതിക്രൂരമായ അയാൾ അവളെ വെട്ടിനുറുക്കി കൊല്ലുന്നു. അതിനിടയിൽ അവളുടെ വിരലിലുണ്ടായിരുന്ന എൻഗേജ്മെന്റ് റിംഗ് തെറിച്ച് ഓവിച്ചാലിലേക്ക് വീണു പോകുന്നുണ്ട്. പിറ്റേ ദിവസം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ജൂയുവിന്റെ ഒരു ശരീരഭാഗം കിട്ടുന്നു. ജൂയുവിന്റെ അച്ഛനും പോലീസ് സ്ക്വാഡ് ചീഫും ആയ ജാങ്ങിന്റെ നേതൃത്വത്തിൽ ജൂയുവിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിക്കുന്നു. അവരെ ഞെട്ടിച്ചുകൊണ്ട് ജൂയുവിന്റെ തലഭാഗം അവിടെ നിന്നും കിട്ടുന്നു. ഇത് തിരച്ചിലിന് നേതൃത്വം കൊടുത്ത ജാങ്ങിനെയും താനെത്താൻ നേരം വൈകിയത് കൊണ്ടുകൂടിയാണ് ഇത് സംഭവിച്ചെന്ന കുറ്റബോധമുള്ള സൂയുവിനെയും മാനസികമായി തകർക്കുന്നു. പക്ഷേ അവൾ അനുഭവിച്ച വേദന, അതിനേക്കാൾ കൂടുതൽ വേദന ആ കൊലപാതകയും അനുഭവിപ്പിക്കുമെന്ന് സൂയുൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. മാനസികമായി തകർന്ന സൂയുവിനോട് 1-2 മാസം ലീവ് എടുക്കാൻ ഓഫീസിൽ നിന്ന് പറയുന്നുണ്ടെങ്കിലും തനിക്ക് 2 ആഴ്ച മാത്രം ലീവ് മതി എന്നാണ് സൂയുൻ അവരോട് പറയുന്നത്. സൂയുവിന്റെ കോവർക്കർ സൂയുവിന്റെ ആവശ്യപ്രകാരം ഒരു ക്യാപ്സൂൾ രൂപത്തിലുള്ള മൈക്രോഫോൺ അടങ്ങിയ ഒരു GPS ട്രാക്കർ, ഒരു ട്രാൻസിസ്റ്റർ സൂയുവിന് കൊടുക്കുന്നു. പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള 4 പേരുടെ ഡീറ്റെയിൽസ് ജാങ് സൂയുവിന് കൈമാറുന്നു. ജാങ്ങിന്റെ 2ാമത്തെ മകളോട് ഇവർ 2 പേരും ഇത് മറച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ സസ്പെക്റ്റിന്റെ വീട്ടിൽ കയറുന്ന സൂയുൻ ആളല്ല കൊലപാതകി എന്ന് മനസ്സിലാക്കുന്നു. 2ാമത്തെ സസ്പെക്റ്റും കൊലപാതകിയല്ലെന്ന് മനസ്സിലാക്കുന്ന സൂയുൻ 3ാമത്തെ സസ്പെക്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്നു. ആ രാത്രി ആ സൈക്കോ കില്ലർ റോഡിൽ ബസ് കാത്തു നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ പോകേണ്ട സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയും ആദ്യം മടിച്ചു നിന്ന പെൺകുട്ടിയെ അയാൾ കൺവിൻസ് ചെയ്തുകൊണ്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ ആ പെൺകുട്ടിയെയും അയാൾ ക്രൂരമായി കൊല്ലുന്നു. 3ാമത്തെ സസ്പെക്റ്റായ ക്യുൻജുലിന്റെ വീട്ടിലെത്തിയ സൂയുൻ കുറച്ചു വർഷമായി ക്യുൻജുൽ അച്ഛന്റെയും അമ്മയുടെയും തന്റെ ഏക മകന്റെയും അടുത്തു നിന്നും മാറി താമസിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ക്യുൻജുൽ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ക്യുൻജുലിന്റെ മകന്റെ അടുത്തു നിന്നും സൂയുൻ മനസ്സിലാക്കുന്നു. ക്യുൻജുലിന്റെ ഇപ്പോഴത്തെ താമസ സ്ഥലത്തെത്തിയ സൂയുൻ അവിടുത്തെ ലോക്ക് ചെയ്ത ഒരു മേശയിൽ നിന്നും ഒരുപാട് പെൺകുട്ടികളുടെ പേഴ്സും അണ്ടർഗാർമെന്റ്സും എല്ലാം കണ്ടെത്തുന്നു. വീടിന്റെ പിന്നാമ്പുറത്ത് നിന്നും കൊലപാതകി പെൺകുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന സ്ഥലവും തിരിച്ചറിയുന്നു. അവിടെ നിന്നും സൂയുവിന് അന്ന് വീണുപോയ ജൂയുവിന്റെ എൻഗേജ്മെന്റ് റിംഗ് കിട്ടുന്നു. അങ്ങനെ കൊലപാതകി കിഞ്ചുൽ ആണെന്ന് തിരിച്ചറിഞ്ഞ ജൂയുൻ ഒരു പ്രൈവറ്റ് കോളേജിലെ ഡ്രൈവറായാണ് കിഞ്ചുൽ ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കിഞ്ചുലിന്റെ വണ്ടിയിൽ ഒരു GPS ട്രാക്കർ ഘടിപ്പിക്കുന്നു. പോലീസ് തന്റെ പിന്നാലെ ഉണ്ടെന്ന് അക്കാഡമിയിൽ നിന്നും വന്ന ഒരു കോളിലൂടെ മനസ്സിലാക്കുന്ന കിഞ്ചുൽ വണ്ടിയിലെ അന്നത്തെ അവസാനത്തെ കുട്ടിയും കൂട്ടി ആളൊഴിഞ്ഞ ഒരു കൃഷിയിടത്തിൽ എത്തിച്ച് അടുത്ത വിക്ടിമാക്കാനുള്ള പ്ലാൻ ഒരുക്കുന്നു. എന്നാൽ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് കിഞ്ചുലിനെ ഫോളോ ചെയ്ത് അവിടേക്ക് എത്തിയ സൂയുൻ കിഞ്ചുലിനെ വളരെ നിസ്സാരമായി കീഴ്പ്പെടുത്തുന്നു. മാർഗമായി അടിച്ച് പരിക്കേൽപ്പിക്കുന്നുണ്ടെങ്കിലും കിഞ്ചുലിനെ സൂയുൻ കൊല്ലുന്നില്ല. പകരം കോവർക്കർ മുമ്പ് കൊടുത്ത ആ GPS ട്രാൻസിസ്റ്റർ ബോധം പോയ അയാളെ കൊണ്ട് വിഴുങ്ങിപ്പിക്കുന്നു. ബോധം വീണ കിഞ്ചുലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പാക്കറ്റിൽ ചെലവിനുള്ള തുകയും സൂയുൻ കിഞ്ചുലിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാകാത്ത കിഞ്ചുൽ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്തെ ഒരു ആശുപത്രിയിലേക്ക് പരിക്കുകൾ ചികിത്സിക്കാൻ പോകുന്നു. ഡോക്ടറെ ഭീഷണിപ്പെടുത്തി പരിക്കുകൾ ശരിയാക്കുമ്പോഴും അയാളുടെ ശ്രദ്ധ മുഴുവൻ അവിടുത്തെ നേഴ്സിനെ ആയിരുന്നു. നേഴ്സിന്റെ അടുത്ത് അയാളുടെ മാനസിക വൈകല്യങ്ങൾ കാണിക്കാൻ തുടങ്ങുമ്പോൾ, നേഴ്സിനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അയാളെ അതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന, അയാളുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ടിരുന്ന സൂയുൻ അവിടേക്ക് വരികയും വീണ്ടും ആ സൈക്കോയെ എടുത്ത് നന്നായി പെരുമാറുകയും ചെയ്യുന്നു. കാലിന്റെ ഞരമ്പുകൾ മുറിക്കുന്നു. പക്ഷെ ഇത്തവണ അടിച്ചു ബോധം കെടുത്തുന്നതിന് മുമ്പ് സൂയുൻ ഒരു കാര്യം കിഞ്ചുലിന്റെ ചെവിയിൽ പറയുന്നു. നിന്റെ പേടി സ്വപ്നങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ, നീ വേദന അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്തവണയും കൊല്ലാതെ വിട്ട കിഞ്ചുലിന് സൂയുൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും സൂയുവിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. വേദനിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് അയാളുടെ ഉദ്ദേശമെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു.
സൂയിൻ ചെയ്യുന്ന പ്രതികാരം മനസ്സിലാക്കിയ ജൂയുന്റെ അനിയത്തി സിയുൻ ജൂയിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇത് ചെയ്താൽ ജൂയുൻ തിരിച്ചു വരുമോ എന്ന്. ഇത് നിർത്താൻ സിയുൻ പല പ്രാവശ്യം സൂയിനോട് പറയുന്നുണ്ട്. എന്നാൽ സൂയുന്റെ മനസ്സ് മുഴുവൻ കിംജുലിനോടുള്ള പ്രതികാരം മാത്രമായിരുന്നു. അന്ന് കിംജുൽ തന്റെ പഴയ ഫ്രണ്ടും മറ്റൊരു പക്ക സൈക്കോപാത്തുമായ ടൈജുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് മനുഷ്യമാംസമാക്കി കഴിക്കുന്ന കാനിബിളായ സൈക്കോ ടൈജുവിനോട് കിംജുൽ നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ കിംജുൽ മുമ്പ് വന്ന ഏതെങ്കിലും പെൺകുട്ടികളുടെ ആരെങ്കിലും ഒക്കെ ആകും ഇങ്ങനെ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുന്നതെന്ന് ടൈജു സംശയം പറയുന്നു. താൻ അതിക്രമം കാട്ടിയ ഏത് പെൺകുട്ടിയാകും തന്റെ പ്രശ്നത്തിന് പിന്നിലെന്ന് കിംജുൻ ആലോചിക്കാൻ തുടങ്ങുന്നു. അതിനിടയിൽ ടൈജു ഒരു പെൺകുട്ടിയെ കൊല്ലാൻ പോകുന്നതിനിടയിൽ സൂയുൻ അവിടേക്ക് എത്തുന്നു. ടൈജുവിനെയും കിംജുലിനെയും ടൈജുവിന്റെ ഗേൾഫ്രണ്ടിനെയും കീഴ്പ്പെടുത്തുന്ന സൂയുനും അവിടെ വെച്ച് ചെറിയ പരിക്കുകൾ പറ്റുന്നുണ്ട്. അബോധാവസ്ഥയിലായ ടൈജുവിനെയും ഗേൾഫ്രണ്ടിനെയും പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അബോധാവസ്ഥയിലായിട്ടുണ്ടായിരുന്ന കിംജുലിനും ഹോസ്പിറ്റലിൽ ചികിത്സ കൊടുക്കുന്നതിനിടയിൽ കിംജുൽ മുമ്പ് വിഴുങ്ങിയ GPS ട്രാൻസ്മിറ്ററിനെ കുറിച്ച് സൂയുൻ ഫ്രണ്ടിനോട് പറയുന്നത് കിംജുൽ കേൾക്കുന്നു. അതോടെ താൻ പറയുന്നതെല്ലാം സൂയുൻ കേൾക്കുന്നുണ്ടെന്നും താൻ എവിടെ പോയാലും അതെല്ലാം സൂയുൻ അറിയുന്നുണ്ടെന്നും മനസ്സിലാക്കുന്ന കിംജുൽ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി ട്രാൻസ്മിറ്ററിലൂടെ സൂയുനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ജൂവിനല്ലേ നിന്റെ കാമുകി എന്ന് സൂയിനോട് ചോദിക്കുന്ന കിംജുൽ അവൾ എന്നെ കൊല്ലരുതെന്ന് യാചിച്ചിട്ടുണ്ടായിരുന്നെന്നും അവൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും പറഞ്ഞ് സൂയുനെ മാനസികമായി തളർത്തുന്നു. സൂയുന് അതുവരെ അറിയില്ലായിരുന്നു മരിക്കുന്ന സമയത്ത് ജൂയിൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. തന്നെ കൊല്ലാതിരുന്നത് നീ ചെയ്തൊരു മണ്ടത്തരമായിരുന്നെന്നും അതിൽ നീ ഇനി റിഗ്രറ്റ് ചെയ്യുമെന്നും ഖേദിക്കുമെന്നും താൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വേദന നീ ഇനി അനുഭവിക്കാൻ പോവുകയാണെന്നും കിംജുൽ സൂയിനോട് പറയുന്നു. ഇതോടെ തന്റെ പ്ലാൻ പാളുന്നുണ്ടോ എന്ന സംശയത്തിലായ ആകെ വെപ്രാളത്തിലായ സൂയുൻ കിംജുലിനെ ട്രാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. എന്നാൽ കിംജുൽ വയറിളക്കാനുള്ള മരുന്ന് ഓവർഡോസായി കുടിച്ച് അതിലൂടെ ട്രാൻസ്മിറ്റർ പുറത്തേക്ക് എടുത്ത് അവിടേക്ക് വന്ന മറ്റൊരാളെ കൊണ്ട് അത് വിഴുങ്ങിപ്പിക്കുന്നു. GPS നോക്കി വന്ന സൂയുന് കിംജുൽ ഇപ്പോൾ തന്റെ കൈപ്പിടിയിലല്ല തന്റെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാകുന്നു. സൂയുൻ ടൈജുൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ വന്ന് എങ്ങോട്ടാണ് കിംജുൽ പോകാൻ സാധ്യത എന്ന് ചോദിക്കുന്നു. ജാങ്ങും ജാങ്ങിന്റെ രണ്ടാമത്തെ മകൾ സിയുനുമാണ് കിംജുലിന്റെ അടുത്ത ടാർഗറ്റ് എന്നും അതിനുശേഷം സൂയിൽ നിന്നും രക്ഷ നേടാൻ കിംജുൽ പോലീസിൽ കീഴടങ്ങാനുമാണ് പ്ലാൻ ചെയ്യുന്നതെന്നും സൂയിനോട് പറയുന്നു. ടൈജുന്റെ കളിയാക്കിക്കൊണ്ടുള്ള സംസാരത്തിൽ ദേഷ്യം വരുന്ന സൂയുൻ ടൈജുന്റെ താടി ഒടിച്ചു കളയുന്നു. അവിടെ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ സൂയുൻ ജാങ്ങിന്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. ജാങ്ങിനെ ഇതറിയിക്കാൻ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ജാങ് ഫോൺ എടുക്കാൻ വരുമ്പോൾ വീടിന്റെ ഗേറ്റിനടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നത് കാണുന്നു. കിംജുലായിരുന്നു അത്. സൂയുൻ പോലീസിനോടും എത്രയും പെട്ടെന്ന് തന്നെ ജാങ്ങിന്റെ വീട്ടിലേക്ക് എത്താൻ ഇൻഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ സൂയുൻ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ജാങ്ങിന്റെ ക്ലോസ് ഫ്രണ്ടായ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസ് ചീഫ് സൂയുൻ കാരനാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് ഇതെല്ലാം സംഭവിച്ചതെന്ന് കുറ്റപ്പെടുത്തുന്നു. കിംജുൽ ജാങ്ങിന്റെ ജീവൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കൊല്ല തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം വീട്ടിലേക്ക് വന്ന സിയുനെ കിംജുൽ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്തു. ഇത്രയും ചെയ്ത് സൂയിനോട് പ്രതികാരം വീട്ടി വിജയിയായി സൂയിനിൽ നിന്നും രക്ഷപ്പെടാൻ കിംജുൽ പോലീസിന് മുമ്പിൽ കീഴടങ്ങാനായി എത്തി. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട സൂയുൻ പോലീസിന് വിട്ടുകൊടുക്കാതെ കിംജുലിനെ വണ്ടിയിൽ കയറ്റി കിംജുലിന്റെ താമസ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു. കിംജുലിനെ തുടർച്ചയായി ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന സൂയിനോട് തന്നെ കൊന്നുകളയാൻ കിംജുൽ യാചിക്കുന്നുണ്ട്. എന്നാൽ നീ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന സമയം, ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, ഏറ്റവും കൂടുതൽ മരിക്കാൻ പേടിക്കുന്ന സമയത്താകും നീ മരിക്കുകയെന്ന് സൂയുൻ കിംജുലിനോട് പറയുന്നു. ആദ്യം പേടി കാണിച്ച് കരയുന്നത് പോലെ അഭിനയിക്കുന്ന കിംജുൽ എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട നീ ഇതിനകം തന്നെ തോറ്റുവെന്നും എനിക്ക് വേദന എന്താണെന്ന് അറിയില്ല, നിനക്ക് എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല, പേടി എനിക്ക് അതും എന്താണെന്ന് അറിയില്ല, നിനക്ക് എന്നിൽ നിന്നും ഒന്നും കിട്ടില്ല, കിട്ടാനുമില്ല, അതുകൊണ്ട് നീ ഇതിനകം തന്നെ തോറ്റു കഴിഞ്ഞു, നിനക്കാണ് എല്ലാം നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നു. അതും പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നു. കളിയാക്കി ചിരിക്കുന്ന കിംജുലിനോട് നീ മരിച്ചു കഴിഞ്ഞാലും വേദനിക്കും എന്നും പറഞ്ഞ് സൂയൻ ഒരു ട്രാപ്പ് ആ റൂമിന്റെ വാതിലും കിംജുലിന്റെ വായിൽ കടിച്ചു പിടിച്ച കയറുമായി കണക്ട് ചെയ്ത് സെറ്റാക്കി വെച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. മറ്റൊരു ട്രാൻസിസ്റ്റർ അവിടെ വെച്ച് കിംജുലിന്റെ ശബ്ദം സൂയുൻ ഹെഡ്സെറ്റ് വഴി കേൾക്കുന്നു. സൂയുൻ നടക്കുന്നത് കാണിക്കുന്നതിന് പിന്നിൽ ഒരു ടാക്സിയിൽ കിംജുലിന്റെ അച്ഛനും അമ്മയും മകനും അവിടേക്ക് വരുന്നു. തനിക്കൊരിക്കലും പേടി ഉണ്ടാകില്ല, തന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉറക്കെ ട്രാൻസിസ്റ്ററിൽ സൂയുൻ കേൾക്കാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കിംജുൽ പക്ഷേ മകൻ വാതിലിന് അപ്പുറത്ത് നിന്നും അച്ഛാന്ന് വിളിക്കുമ്പോൾ മാനസികമായിട്ട് തകരുന്നു. മകനും അച്ഛനും അമ്മയും എല്ലാം കിംജുലിനെ കാണാൻ ഡോറ് ബലമായി തുറക്കാൻ ശ്രമിക്കുന്നു. കിംജുൽ അവരോട് തുറക്കല്ലേന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവസാനം കിംജുലിന് കയർ പിടിച്ചു വെക്കാനാകുന്നില്ല. ഡോർ തുറന്നതോടെ ട്രാപ്പ് വർക്കായി കിംജുലിന്റെ തല കട്ടായി മകന്റെയും അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് ഉരുണ്ടുവരുന്നു. കിംജുലിന്റെ വേണ്ടപ്പെട്ടവരുടെ കൈകൾ കൊണ്ട് തന്നെ അയാളുടെ മരണം. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട, ചിലപ്പോൾ തന്റെ വാശിയില്ലായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ബോധ്യമുള്ള ഇപ്പൊ ഈ പ്രതികാരത്തിലൂടെ താൻ എന്താണ് നേടിയതെന്ന് അറിയാത്ത സൂയുൻ കരയുന്നത് കാണിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത്.
സിനിമയിലെ വയലൻസ് സീനുകൾ ശരിക്കും എക്സ്ട്രീം ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പല സീനുകളും കണ്ണു പൊത്താനും നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ആ ഒരു വയലൻസ് സീനുകൾ കൊണ്ടുകൂടിയായിരിക്കും ആ ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് സിനിമയോട് ഉണ്ടാവുന്നത്. ഓൾഡ് ബോയ് എന്നുള്ള കൊറിയൻ സിനിമയിലൂടെ പോപ്പുലർ ആയിട്ടുള്ള ചോയ് മിൻസിക്ക് നമ്മളെ ശരിക്കും വെറുത്തു പോകുന്ന ആ ഒരു സൈക്കോ സീരിയൽ കില്ലറായിട്ട് അതിഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഐസോ ദ ഡെവിൾ കൊറിയൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. നിങ്ങളൊരു മൂവി ലവർ ആണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൂവി ലവേഴ്സായ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക.